ഡിയർ സ്റ്റുഡൻസ്, ജെയ്മെയിൻ പരീക്ഷ തുടങ്ങി. പരീക്ഷ എഴുതി വന്നവരൊക്കെ നല്ല ആത്മവിശ്വാസത്തിലാണ്. നിങ്ങൾക്കും നന്നായി പരീക്ഷ എഴുതാൻ കഴിയണം. പിരിമുറുക്കമില്ലാതെ ആത്മവിശ്വാസത്തോടു കൂടി നല്ല പേഴ്സൻറ്റേജിലും സ്കോറും ലഭിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും 2025 ജെയ്മെയിൻ ജനുവരി സെഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എക്സാം സെൻറ്ററിൽ നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക. 9 മണിക്ക് എക്സാം തുടങ്ങുന്ന ഷിഫ്റ്റാണ് എങ്കിൽ അവിടെ 7 o'clock മുതൽ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. 7 o'clock എത്താൻ കഴിയാത്ത ആളുകൾ തലേ ദിവസം തന്നെ പോയി സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില കുട്ടികൾക്കെങ്കിലും നമ്മുടെ അതേ ജില്ലയിൽ തന്നെ അല്ല എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത്, കുറച്ചൊക്കെ ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോയി സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ അതാണ് ബെറ്റർ. 30 minutes ബിഫോർ ഗേറ്റ്സ് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ ഇത് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ എക്സാം സീസണിലെ പ്രോബബ്ലി ഏറ്റവും ആദ്യത്തെ എക്സാം ആയിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജെയ്മെയിൻ സെഷൻ 2 ഉണ്ട്, കീം ഉണ്ട്, അതുപോലെ തന്നെ VITയും മറ്റ് കുസാറ്റ് പോലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളും, നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നീറ്റ് പോലത്തെ മറ്റുള്ള എക്സാമുകൾ ഒരുപാട് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ ആദ്യത്തെ ഒരു ചാൻസ് ആണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. എക്സാം ഹാളിൽ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്നത്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. സോ എഴുതിയ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്തിരുന്നത്, ഏതായിരുന്നു നിങ്ങളുടെ പാറ്റേൺ, ആദ്യത്തെ സമയം ആദ്യം ഏത് സബ്ജക്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും, ഏത് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കും, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്തിരുന്നത്, നിങ്ങൾ എങ്ങനെയാണോ പയറ്റി തെളിഞ്ഞിട്ടുള്ള പാറ്റേൺ, ആ പാറ്റേണിൽ തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ എക്സാം ഹാളിൽ, ഫൈനൽ എക്സാമിൻ്റെ ഹാളിൽ വെച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പാളിപ്പോവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അങ്ങനത്തെ മാറ്റങ്ങൾക്ക് മുതിരാതെ എന്താണോ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വൺസ് അഗൈൻ, താങ്ക് യു ഫോർ വാച്ചിങ്.